നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 8 ദിവസമായി പോലീസിനെ ചുറ്റിച്ച ആ 3 അംഗ കുടുംബത്തെ ഇപ്പോഴിതാ പോലീസ് തൂക്കിയിരിക്കുകയാണ്. വാണിയംകുളത്ത് നിന്ന് 8 ദിവസം മുൻപ് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ 3 അംഗ കുടുംബത്തെ കർണാടകയിൽ നിന്നും കണ്ടെത്തി. ഷൊർണൂർ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് ഇന്ന് ഉച്ചയോടുകൂടി 1 മണിയോടുകൂടിയാണ് കർണാടകയിലെ ഈ ചാമരാജ് നഗറിൽ നിന്നും കുടുംബത്തെ കണ്ടെത്തിയത്. ഇവർ അവിടെ വാടക വീടെടുത്ത് സുഖമായി താമസിച്ചു വരികയായിരുന്നു. വാണിയംകുളം പനയൂരിലെ കൃഷ്ണകൃപ വീട്ടിൽ ബാബു ഭാസ്കർ, ഭാര്യ രമാദേവി, മകൻ വിഷ്ണു എന്നിവരെയാണ് കഴിഞ്ഞ ജൂലൈ 9 മുതൽ കാണാതായത്. ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് ഷൊർണൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. കുടുംബം സ്വന്തം പിക്കപ്പ് വാഹനത്തിലാണ് വീട് വിട്ടു പോയത് എന്ന് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. പിന്നീട് മലപ്പുറം വഴിക്കടവ് ചുരത്തിൽ ഉപേക്ഷിച്ച നിലയിൽ പിക്കപ്പ് വാഹനം കണ്ടെത്തി. ഈ കേസിൽ കൂടുതൽ ദുരൂഹത സൃഷ്ടിച്ചു. വാഹനം ഉപേക്ഷിക്കുമ്പോൾ മകൻ വിഷ്ണു മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. കുടുംബാംഗങ്ങളുടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയിരുന്നതും അവസാന ടവർ ലൊക്കേഷൻ വീടിനടുത്ത് തന്നെയായിരുന്നതും അന്വേഷണം ദുസ്സഹമാക്കിയിരുന്നു. CCTV ദൃശ്യങ്ങൾ, വാഹനത്തിന്റെ സഞ്ചാരപാത, സാങ്കേതിക തെളിവുകൾ എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു ഷൊർണൂർ പോലീസിന്റെ അന്വേഷണം. തുടർന്ന് കുടുംബം മൈസൂരു ചാമരാജ് നഗർ മേഖലയിലെത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചതോടുകൂടിയാണ് അന്വേഷണം കർണാടകയിലേക്ക് വ്യാപിപ്പിച്ചത്. കുടുംബത്തെ കണ്ടെത്തിയെങ്കിലും എന്തുകൊണ്ടാണ് ഇവർ വീട് വിട്ടു പോയത്, സാമ്പത്തികമോ വ്യക്തിപരമോ ആയ പ്രശ്നങ്ങൾ ഇതിന് പിന്നിലുണ്ടോ, മറ്റെന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. കുടുംബത്തെ കേരളത്തിലെത്തിച്ച് വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷമേ കാണാതാകലിന് പിന്നിലെ യഥാർത്ഥ കാരണം വ്യക്തമാവുകയുള്ളൂ എന്നാണ് പോലീസ് അറിയിച്ചത്. ഇവരുടെ മൂത്ത മകൻ ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്നും ഈ വിവരം അറിഞ്ഞ് നാട്ടിലെത്തി ഉടനെ മൈസൂരിലേക്ക് പോയിരുന്നു. മാത്രമല്ല ഇവർക്ക് ഈ ഒരു കടം ഉണ്ടായിരുന്നു. അതായത് പലിശയ്ക്ക് പണം എടുത്ത്, ഒരു വൻ തുക പലിശയ്ക്ക് പണം എടുത്താണ് ഇവർ മുങ്ങിയത് എന്നാണ് അറിയുന്നത്. എന്തുകൊണ്ടാണ് ഇനി പലിശയ്ക്ക് പണം എടുത്ത് പലിശ തിരിച്ചടയ്ക്കാൻ പറ്റാത്തത് കൊണ്ടാണോ, ഇനി ബിസിനസ് സംബന്ധമായി ഏതെങ്കിലും തരത്തിലുള്ള ലോസ് ഉണ്ടായതാണോ എന്നറിയില്ല. ഏതായാലും ഇവർ കഴിഞ്ഞ 9 ദിവസമായി വാടക വീടെടുത്ത് കർണാടകയിൽ താമസിച്ചു വരികയായിരുന്നു. എന്തായാലും പോലീസ് ഇവരെ കണ്ടെത്തിയിട്ടുണ്ട്.